നമസ്കാരം. സെൻട്രൽ മാഗസിനിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. വിരലുകളിൽ വിസ്മയചാരുതയുമായി പിറന്ന ഒരു ബാലൻ. അവൻ ആകെ ഇവിടെ ജീവിച്ചത് 6 വർഷവും 11 മാസവും മാത്രമാണ്. പറയുന്നത് എഡ്മണ്ട് തോമസ് ക്ലിൻറ്റിനെക്കുറിച്ചാണ്. ക്ലിൻറ്റ് ഈ ജീവിച്ച വളരെ കുറഞ്ഞ വർഷങ്ങൾ കൊണ്ട് 25,000-ലധികം ചിത്രങ്ങളാണ് വരച്ചു തീർത്തത്. അതായത് ആ കുഞ്ഞു വിരലുകൾ എത്രമാത്രം തീക്ഷ്ണമായ ഭാവങ്ങളാണ് ഉൾക്കൊണ്ടിരുന്നത്. കാരണം ആ ചിത്രങ്ങളെല്ലാം തന്നെ സങ്കീർണമായ അർത്ഥതലങ്ങൾ ഉള്ളതായിരുന്നു. ഒരാളുടെ ജീവിതം അടയാളപ്പെടുത്തുന്നത് അയാളുടെ ജീവിച്ച കാലയളവ് അല്ലെങ്കിൽ ഈ ദൈർഘ്യം നോക്കിയിട്ടല്ല, മറിച്ച് അവർ എന്താണ് അവശേഷിപ്പിച്ചു പോയത് എന്ന അടയാളപ്പെടുത്തലിൻ്റെ കരുത്തിലാണ്. എഡ്മണ്ട് തോമസ് ക്ലിൻറ്റ്, നിനക്ക് മരണമില്ല. ഇപ്പോൾ ജീവിച്ചിരുന്നെങ്കിൽ 50 വയസ്സ് തികഞ്ഞേനെ ക്ലിൻറ്റിന്. നമുക്ക് കാണാം ക്ലിൻറ്റിൻ്റെ ഓർമ്മകളുമായി സെൻട്രൽ മാഗസിൻ. വെറും 6 വർഷവും 11 മാസവും മാത്രം ഈ ഭൂമിയിൽ ജീവിച്ച ഒരു കുട്ടി മുതിർന്നവർക്ക് പോലും ചിന്തിക്കാൻ കഴിയാത്തത്ര ആഴങ്ങളുള്ള ദർശനങ്ങൾ തൻ്റെ ചിത്രങ്ങളിലൂടെ വരച്ചിട്ടു. ഒരു അത്ഭുതമായിരുന്നു ക്ലിൻറ്റ്, സംശയമില്ലാത്ത. കാരണം 7 വയസ്സിൽ ഇത്രയും ചെറിയൊരു കുട്ടി, ഇത്രയും ചിന്താധാര, ഒരുപക്ഷെ ആ ചിന്തയെ ഉൾക്കൊള്ളാൻ ആ ശരീരത്തിനൊരു പക്ഷേ പറ്റിയിട്ടുണ്ടാവണമെന്നില്ല. അതുകൊണ്ടായിരിക്കാം അത് ഭയങ്കരമായ ഒരു അദ്ദേഹം ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ 50 വയസ്സ് ഉണ്ടായിരുന്നു. പക്ഷേ നമ്മുടെയൊക്കെ മനസ്സിൽ എന്നും ക്ലിൻറ്റ് ഒരു കുട്ടിയാണ്, ചെറിയൊരു കുട്ടിയായിട്ടാണ് ഇപ്പോഴും നിൽക്കുന്നത്. 7 വയസ്സുകാരനായ ഒരു കുട്ടി. അവിശ്വസനീയം. ഇത്രയധികം ചിത്രങ്ങൾ എങ്ങനെ ആ കുഞ്ഞു വിരലുകൾ വരച്ചിട്ടു? ക്ലിൻറ്റ് ഒരു സാധാരണ കുട്ടിയായിരുന്നില്ല. പ്രകൃതിയുടെയും ജീവിതത്തിൻ്റെയും നിഗൂഢതകൾ മുൻകൂട്ടി അറിഞ്ഞ ഏതോ ഒരു പ്രവാചകൻ്റെ സാന്നിധ്യം അവനിൽ ഉണ്ടായിരുന്നിരിക്കണം. ഒരു ചെറിയ കുട്ടി ചെറിയ പ്രായത്തിൽ ഇത്രയേറെ ചിത്രങ്ങൾ വരയ്ക്കുക, നമ്മുടെ ചുറ്റുപാടുകളോട് ഇത്രയേറെ പ്രതികരിക്കുക എന്നൊക്കെ പറയുന്നത് നിസ്സാരമല്ലാത്തൊരു കാര്യമാണ്. പിന്നെ ഞാനതിൽ കാണുന്ന മാതാപിതാക്കളുടെ പിന്തുണയാണ്. 1976 മെയ് 19 കൊച്ചിയിലാണ് എഡ്മണ്ട് തോമസ് ക്ലിൻറ്റിൻ്റെ ജനനം. MD ജോസഫിൻ്റെയും ചിന്നമ്മയുടെയും ഏകമകൻ. വിഖ്യാത ഹോളിവുഡ് നടൻ ക്ലിൻറ്റ് ഈസ്റ്റ്വുഡിൻ്റെ സ്വാധീനത്തിൽ പിതാവാണ് ആ പേര് നൽകിയത്. 6 മാസമുള്ളപ്പോൾ കല്ല് പെറുക്കി താഴേന്ന് കൊണ്ടുവന്ന് ഇങ്ങനെ കോറിയിടുവേ. അപ്പോൾ കല്ലെടുക്കാൻ വേണ്ടി താഴെ പോകുമ്പോൾ ബഹളം ഉണ്ടാക്കുമ്പോൾ അപ്പോൾ ഇത് തന്നെയാണെന്ന് മനസ്സിലായി. അപ്പോൾ ക്ലിൻറ്റിൻ്റെ പപ്പ ചോക്ക് വാങ്ങിച്ചു കൊടുത്തു. അപ്പോൾ മുറി നിറയെ വരച്ചു. ചോക്ക് കൊണ്ട് കുറേ വരച്ച് കഴിഞ്ഞപ്പോൾ നിലത്തല്ലേ എഴഞ്ഞ് കിടക്കണ പ്രായമുള്ളൂ. അപ്പോൾ വയറ്റത്ത് മുഴുവനും ഒരു സ്കിൻ അലർജി വന്നു. അപ്പോൾ പീഡിയാട്രീഷനെ കാണിച്ച് പറഞ്ഞു ചോക്കിൻ്റെ അലർജിയാണ്, അത് നിങ്ങൾ മാറ്റി ക്രയോൺസ് വാങ്ങിച്ചു കൊടുക്കാൻ പറഞ്ഞു. അപ്പം അങ്ങനെ ക്രയോൺസ് വാങ്ങിച്ചു കൊടുത്തു. കല്ലുകളും ചോക്കഷ്ണങ്ങളും കൊണ്ട് പിച്ച നടക്കും മുമ്പ് വൃത്തം വരച്ചു തുടങ്ങിയ ക്ലിൻറ്റ് പിന്നീട് ചാർക്കോൾ, പെൻസിൽ, ക്രയോൺസ്, വാട്ടർ കളർ, സ്കെച്ച് പെൻ തുടങ്ങി കയ്യിൽ കിട്ടിയതെല്ലാം അവൻ ഭാവനകൾക്ക് ജീവൻ നൽകാൻ ഉപയോഗിച്ചു. അസാധാരണ മികവോടെ അവൻ മൃഗങ്ങളെയും പ്രകൃതിയെയും തൻ്റെ വിരലുകളിലേക്ക് ആവാഹിച്ചു. ഒരു ചെറിയ കുട്ടി ഈ ചുറ്റുപാടുകളോട് പ്രതികരിക്കുകയും അത് നമ്മൾ കണ്ടു നിൽക്കുന്ന ആളുകളിലേക്ക് അതിൻ്റെ ഒരു വികാരങ്ങൾ അത് പകർന്നു കൊടുക്കുക എന്നൊക്കെ പറയുന്നത് ഒരു വലിയ കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ക്ലിൻറ്റിനെ സത്യത്തിൽ സംരക്ഷിച്ചത് മാതാപിതാക്കളാണ്, ചിത്രങ്ങൾ സംരക്ഷിച്ചവരാണ്. സാധാരണ മുതിർന്നവർ പോലും കാണാത്ത നിരീക്ഷണ മികവോടെ മൂങ്ങയും പാമ്പും എലിയും പുലിയുമൊക്കെ ചിത്രങ്ങളായി. ക്ലിൻറ്റിൻ്റെ രചനാ രീതി തന്നെ വളരെ പ്രത്യേകതയുള്ളതാണ്. ഒരേ വിഷയം തന്നെ പല തരങ്ങളിൽ പല ചിന്തകളിലൊക്കെ വരച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വ്യത്യസ്തമായിട്ട് ഒരേ ഫ്രെയിമിനെ തന്നെ ഇപ്പം വരകളുള്ള കടുവ, വരകളില്ലാത്ത കടുവ, അങ്ങനെയൊക്കെ ആയിട്ട് തന്നെ വരച്ചിട്ടുണ്ട്. ഉത്സവങ്ങളെ തന്നെ പല ആംഗിളിൽ വരച്ചിട്ടുണ്ട്. സന്ധ്യാ സമയത്തെ തന്നെ പല രീതിയിൽ വരച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കൗതുകത്തിൽ ധാരാളം പേര് വന്നത് കാണുന്നുണ്ട് അവിടെ. പക്ഷേ കൊച്ചി നഗരത്തിൽ ക്ലിൻറ്റിനെ അപ്പോൾ ക്ലിൻറ്റിൻ്റെ ഒരു ജന്മസ്ഥലമാണല്ലോ കൊച്ചി. കൊച്ചി നഗരത്തിൽ ക്ലിൻറ്റിനെ മനസ്സിലാക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ക്ലിൻറ്റിനൊരു മെമ്മോറിയലായിട്ടുള്ള ഒന്നും
ഇത്ര നാളായിട്ടും ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല. 76-ൽ ജനിച്ച് 83-ൽ മരിച്ചുപോയ ഒരു പ്രതിഭയാണ്. അദ്ദേഹത്തിൻ്റെ പേരിൽ വർഷാവർഷം ചിത്രരചനയൊക്കെ നടത്തുന്നുണ്ടെങ്കിലും ക്ലിൻറ്റ് മെമ്മോറിയൽ ആർട്ട് കോമ്പറ്റീഷനൊക്കെ നടത്തുന്നുണ്ട് കുട്ടികൾ. പക്ഷേ എങ്കിലും ക്ലിൻറ്റിനെ മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലേക്കുള്ള ഒരു സംവിധാനം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതിനെയാണ് GCDA ശ്രമിച്ചത്. കാറും തീവണ്ടിയും വിമാനവും കടലാസിൽ നിമിഷനേരം കൊണ്ട് പിറവിയെടുത്തു. ഒരു കാഴ്ച ഒരൊറ്റ തവണ കണ്ടാൽ ക്ലിൻറ്റിൻ്റെ മനസ്സിൽ ആ കാഴ്ച കരിങ്കലിൽ കൊത്തിയതുപോലെ ആയിരുന്നു. ഈ കാണുന്ന ചിത്രങ്ങളെല്ലാം മനസ്സിൽ പതിഞ്ഞതിൽ നിന്ന് അങ്ങനെ വരച്ചെടുത്തതാണ്. കഥകളിൽ ഈ പഞ്ചതന്ത്രം കഥകളിലൊന്നും നമ്മൾ കണ്ടിട്ടില്ലല്ലോ. അപ്പോൾ അതൊക്കെ വായിച്ചു കൊടുക്കുമ്പോൾ അതൊക്കെ മനസ്സിൽ നിന്ന്. പിന്നെ നമ്മളോട് ചോദിക്കും, ഇപ്പോൾ പഞ്ചവർണ്ണക്കിളി എന്താണെന്നൊക്കെ എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പോലും കണ്ടിട്ടില്ല, എന്താണെന്നറിയില്ല, കഥകളിൽ മാത്രമുള്ള ഒരു പക്ഷി അങ്ങനെ വിചാരിച്ചു. അപ്പോൾ ഉദ്ദേശം അത് വരച്ചേ മതിയാവുള്ളൂ. അപ്പം ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യും, പഞ്ചവർണ്ണം എന്ന് പറയുമ്പോൾ 5 നിറമൊക്കെ ഉണ്ടാവില്ലേ, അങ്ങനെയുള്ളൊരു കിളിയായിരിക്കും എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഒരു ചിത്രം വരച്ച് എനിക്ക് തന്നു. ക്ലിൻറ്റിന് വായിച്ചു കൊടുക്കാൻ ധാരാളം പുസ്തകങ്ങൾ മാതാപിതാക്കൾ തേടിപ്പിടിച്ചു. മനോരമ ആഴ്ചപ്പതിപ്പിലെ കോട്ടയം പുഷ്പനാഥിൻ്റെ കഥകൾ കേട്ട് നോവലിനൊപ്പമുള്ള ചിത്രങ്ങൾ ക്ലിൻറ്റ് സ്വയം സങ്കല്പിച്ച് വരച്ചു. ഈ കോട്ടയം പുഷ്പനാഥിൻ്റെ ആദ്യത്തെ ഡിറ്റക്റ്റീവ് നോവൽ മുതലാണ് വായിച്ചു തുടങ്ങിയത്, മനോരമ വീക്കിലിയിൽ വരണതേ. അങ്ങനെ അതിൽ നിന്നാണ് ഹെലിപ്പാഡ് ഒക്കെ ആ വാക്കുകളൊക്കെ കിട്ടിയത്. അപ്പം ഞാൻ പോലും അതിൽ നിന്നാണ് മനസ്സിലാക്കിയത്. അപ്പം ഇങ്ങനെ വരച്ച് വെക്കുമ്പോൾ ഞാൻ ചോദിക്കും, ഇതെന്താ? അത് ഹെലിപ്പാഡാണ്. അപ്പം ഞാൻ ചോദിച്ചു, ഹെലിപ്പാഡ് എന്താണെന്ന്? മമ്മി ആ നോവലെടുത്തൊന്ന് വായിച്ച് അതിലുണ്ട്. അപ്പോഴേ എനിക്ക് മനസ്സിലായത്. അപ്പോൾ ഇവർ ബോംബെയിലും ഡൽഹിയിലൊക്കെ ചെയ്യുമ്പോൾ അവിടെ സെക്കൻഡ് സെയിൽ ബുക്സ് ധാരാളം കിട്ടും. ഭയങ്കര വിലക്കുറവാണ്. അത് 4-5 കിലോ ഒക്കെ തൂക്കി വാങ്ങിച്ചുകൊണ്ട് വരും. അപ്പോൾ അതൊക്കെ വലിയ നോവലാണ്. റോബിൻസൺ ക്രൂസോ, കൗണ്ട് ഓഫ് മോണ്ടി ക്രിസ്റ്റോ, പിന്നെ ഈ ഇതൊക്കെയുണ്ട്, ജാസ് എന്നൊക്കെ പറഞ്ഞ സിനിമകളൊക്കെ ഉണ്ട്. ക്ലിൻറ്റ് ചിത്രങ്ങളെ സാധാരണ കുട്ടികളുടെ വരകളിൽ നിന്ന് വേർതിരിക്കുന്നത് അവ കൈകാര്യം ചെയ്ത പ്രമേയങ്ങളുടെ ആഴമാണ്. പൂമ്പാറ്റകളെയും വീടുകളെയും വരച്ചു തുടങ്ങിയതിൽ നിന്ന് അവൻ വളരെ പെട്ടെന്നാണ് പുരാണങ്ങളിലേക്കും പ്രകൃതിയുടെയും ജീവിതത്തിൻ്റെയും സങ്കീർണ ഭാവങ്ങളിലേക്ക് കടന്നത്. ഉത്സവത്തിന് എഴുന്നേറ്റ് നിൽക്കുന്ന ആനകളിൽ സാധാരണഗതിയിൽ നമ്മൾ ഏറ്റവും നടുക്ക് നിൽക്കുന്ന പൊക്കമുള്ള ആനയുടെ തലയിലാണ് തിടമ്പേറ്റുന്നത്. പക്ഷെ ക്ലിൻറ്റ് വരച്ചപ്പം ക്ലിൻറ്റ് അത് അച്ഛനോട് ചോദിച്ചു എന്നാണ് പറയുന്നത്, എന്തുകൊണ്ടാണ് ഒരു ആനയുടെ മാത്രം തലയിൽ? അപ്പോൾ ഏറ്റവും പൊക്കമുള്ള സുന്ദരനായ ആനയുടെ മുകളിലാണ് തിടമ്പെന്ന് പറഞ്ഞപ്പോൾ ക്ലിൻറ്റ് വരച്ചപ്പം എല്ലാ ആനകളുടെയും തലയിൽ തിടമ്പായിട്ടുള്ള ചിത്രമാണ് വരച്ചത്. അപ്പോൾ ആ കുട്ടിയുടെ മനസ്സിലുണ്ടായ ആ ഒരു തോട്ട് പ്രോസസ്സ് എന്താണെന്ന് നമുക്ക് വ്യക്തമാണല്ലോ. ഉത്സവ കാഴ്ചകളുടെ വർണ്ണവൈവിധ്യങ്ങൾ, അതിൽ തന്നെ ക്ലിൻറ്റിൻ്റെ ഗൗരവമായ നിരീക്ഷണങ്ങൾ, ഹിന്ദു പുരാണങ്ങൾ ക്ലിൻറ്റിനെ വല്ലാതെ ആകർഷിച്ചിരുന്നു. നമ്മൾ ഇഷ്ടപ്പെടാത്ത എതിർ കഥാപാത്രങ്ങളൊക്കെ ക്ലിൻറ്റിന് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഞങ്ങളുടെ ബൈബിളിലാണ് യാതൊരു വിധ ശക്തിയുമില്ല, ഫൈറ്റിംഗ് ഒന്നുമില്ലല്ലോ അതിൽ. അപ്പോൾ അതിലാകെ ഉള്ളത് ഒരു ഡേവിഡ് ആൻഡ് ഗോലിയാത്തുണ്ട്, അത് വരച്ചിട്ടുണ്ട് ഇഷ്ടംപോലെ. പിന്നെ അതുപോലെ തന്നെ സാംസൺ, അത് വരച്ചിട്ടുണ്ട്. അല്ലാതെ ഒന്നും വരച്ചിട്ടൊന്നുമില്ല, ഒന്നും ഇഷ്ടപ്പെടില്ല. ഒറ്റ പ്രാവശ്യം ബൈബിൾ വായിച്ചിട്ടുണ്ട്, പിന്നെ വായിക്കേണ്ടതെന്ന് പറയും. പക്ഷേ രാമായണവും ഗീതയൊക്കെ വീണ്ടും വീണ്ടും ഓരോ ചാപ്റ്റർ എടുത്ത് വായിക്കും, അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു. പുരാണങ്ങളിലെ രൗദ്രവും തീക്ഷ്ണവുമായ ഭാവങ്ങൾ അവൻ ഏറ്റെടുത്തു. അതിനുള്ളിലെ സത്യങ്ങൾ തിരഞ്ഞു. മഹാഭാരതത്തിലെയും രാമായണത്തിലെയും കഥകളിലെ അടരുകളിൽ ക്ലിൻറ്റ് നീതിയുടെ പല വശങ്ങൾ തേടി. അന്ന് നമുക്ക് TV ഒന്നുമില്ലല്ലോ. അവർ ഓഫീസിൽ പോയിട്ട് എൻസൈക്ലോപീഡിയ റെഫർ ചെയ്തിട്ട് അതിൻ്റെ ഫോട്ടോസ്റ്റാറ്റ് എടുത്തുകൊണ്ട് വരും, ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ കിട്ടുമല്ലോ. അത് കൊണ്ടുവന്ന് വായിച്ചും പറഞ്ഞു കൊടുക്കും. അങ്ങനെ സംശയങ്ങളൊക്കെ തീർത്തു കൊടുക്കും. അപ്പോൾ അതിൻ്റെയൊക്കെ എല്ലാ അറിവുകളും പപ്പയാണ് പറഞ്ഞു കൊടുത്തേക്കണത്. രാവണനെയും കർണനെയും ബാലിയെയും അഭിമന്യുവിനെയും ക്ലിൻറ്റ് ഏറെ ഇഷ്ടപ്പെട്ടിരുന്നു. പിന്നെ നമ്മൾ ഇത്തരം ആളുകളെ ആദരിക്കുമ്പോഴാണ് ഇങ്ങനെയുള്ള ആളുകൾ വീണ്ടും ഉണ്ടാകുന്നത്. ഒരു നഗരത്തിൻ്റെ സാംസ്കാരിക തലം കൂടി പ്രദർശിപ്പിക്കുന്നതാണ് ആ നഗരം, ആ നഗരത്തിലെ കലാകാരന്മാർക്ക് കൊടുക്കുന്ന ബഹുമാനവും സ്നേഹവും എന്ന് പറയുന്നത്. അത് നമ്മുടെ നഗരത്തിൻ്റെ നിലവാരത്തെയും ഉയർത്തുന്നുണ്ട്. അഭിമന്യുവിൻ്റെ വീര്യവും നിസ്സഹായതയും മരണവും
ചിത്രങ്ങളിൽ പ്രകടമാക്കിയ ക്ലിൻറ്റ് രാവണൻ്റെ ഒറ്റപ്പെടൽ ചുരുങ്ങിയ വരകളിൽ ചിത്രീകരിച്ചു. രാവണനെ ഭയങ്കര ഇഷ്ടമാണ്, ബാലിനെ ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ തന്നെ ബാലിനെ കൊല്ലാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ആയിക്കോട്ടെ ഫ്രണ്ടിൽ നിന്ന് അപ്പോൾ ഇത് കൊല്ലാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഈ ഇതേപോലെ ശ്രീരാമൻ പറഞ്ഞിങ്ങനെ അങ്ങോട്ട് തിരിഞ്ഞ് നിൽക്കണ ബാലിയാണ്, അമ്പ് ചെയ്തോ. അപ്പോൾ ശബ്ദം കേൾക്കുമ്പോൾ ഫ്രണ്ടിലേക്ക് തിരിയുമ്പോൾ അമ്പ് നേരെ ഫ്രണ്ടിൽ. അങ്ങനെയാണ് ബാലി മരിക്കുക. അതിലൊക്കെ ക്ലൈൻറ്റിന് ഭയങ്കര ദേഷ്യമുണ്ട്. ശ്രീകൃഷ്ണൻ്റെയും ഹനുമാന്റെയും വിശ്വരൂപം മനസ്സിൽ കണ്ട് വരച്ച ചിത്രങ്ങൾ. ഗണപതിയെ വരയ്ക്കുമ്പോൾ ക്ലിൻറ്റ് ഉപയോഗിച്ച വിവിധ തലങ്ങൾ അവൻ്റെ ഉള്ളിലെ പ്രതിഭയുടെ ഭാവനയെ വിളിച്ചോതുന്നതായിരുന്നു. ക്ലിൻറ്റിനോട് ഒരിക്കലും വേണ്ട അല്ലെങ്കിൽ അരുത് എന്ന് അച്ഛനമ്മമാർ പറഞ്ഞിട്ടില്ല. ആ കുഞ്ഞു മനസ്സിൻ്റെ സ്വതന്ത്ര ചിന്താഗതികളെ പ്രോത്സാഹിപ്പിച്ചു. ക്ലിൻറ്റിൻ്റെ അമ്മയും അച്ഛനും കൂടി ക്ലിൻറ്റ് വരച്ച ഈ ചിത്രങ്ങൾ മുഴുവൻ സൂക്ഷിച്ച് വെച്ചിരുന്നു. അച്ഛൻ മരിച്ചുപോയി, ഇപ്പം അമ്മയാണുള്ളത്, ചിന്നമ്മ ചേച്ചി. അപ്പോൾ അവർ ഈ പറയുന്ന 25,000 ചിത്രങ്ങളും അവരുടെ വീടിൻ്റെ 1ാം നിലയിൽ സൂക്ഷിച്ച് വെച്ചിരിക്കുകയാണ്. സ്കൂളിലും ക്ലിൻറ്റിന് നിരവധി കൂട്ടുകാരുണ്ടായിരുന്നു. അവർക്കും ധാരാളം ചിത്രങ്ങൾ ക്ലിൻറ്റ് വരച്ചു നൽകി. അപ്പോഴേക്കും ക്ലിൻറ്റിൻ്റെ പ്രതിഭ ലോകം അറിഞ്ഞു തുടങ്ങിയിരുന്നു. അപ്പോൾ ഈ സ്കൂളിൽ കൂടെ പഠിക്കുന്ന പിള്ളേർക്കൊക്കെ അറിയാം ക്ലിൻറ്റ് പടം വരയ്ക്കുന്നു. അപ്പോൾ ക്ലിൻറ്റിൻ്റെ ടീച്ചർ ചെയ്തിരുന്ന ഒരു സിസ്റ്ററാണ്, സിസ്റ്റർ മരീഷ. അവരെന്ന് വെച്ചാൽ ഡ്രോയിങ് പീരീഡ് വരുമ്പോൾ ഒരു സ്റ്റൂളെടുത്ത് ബോർഡിൻ്റെ അവിടെ ഇട്ടിച്ച് ക്ലിൻറ്റിനെ അതിൻ്റെ മുകളിൽ കയറ്റി എടുത്തിട്ട് പടം വരയ്ക്കാൻ പറയും. ക്ലിൻറ്റ് എന്തെങ്കിലും പടം വരക്കും, ചിലപ്പോൾ സിസ്റ്റർ ഇന്ന പടം എന്ന് പറയും. അപ്പോൾ അത് നോക്കിയാണ് പിന്നെ പിള്ളേർ വരക്കണം. അപ്പോൾ പിള്ളേരൊക്കെ ഇത് കഴിയുമ്പോൾ ഇന്ന ഒരെണ്ണം വരച്ചു തരുമോ എന്നിങ്ങനെ ചോദിക്കേ. സ്കൂളിൽ പോകാനായിട്ട് ഡ്രസ്സ് മാറി ഇതൊക്കെ ആയിട്ട് ഇറങ്ങാൻ നേരത്ത് ഓടി വന്നു വെച്ചും ആ കട്ടിലയിലോട്ട് കയറി ഇരുന്നിട്ടും കുറേ പേപ്പർ എടുത്തും കുറേ ചിത്രം വരക്കും മടക്കും. അതൊക്കെ ആ ബാഗിൽ തിരിയുക. പക്ഷേ ഇതൊക്കെ എൻ്റെ കുട്ടികൾക്ക് കൂട്ടുകാർക്ക് കൊടുക്കാണ്. 7 വയസ്സ് തികയും മുമ്പ് അന്തരിച്ച ക്ലിൻറ്റിൻ്റെ ഓർമ്മകൾക്കായി 43 വർഷങ്ങൾക്ക് ശേഷം കൊച്ചിയിൽ ആർട്ട് ഗാലറി തുറന്നു. നമ്മൾ കുട്ടികളുടെ ഒരു കേന്ദ്രമായിട്ടത് മാറണം എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു മനസ്സിലെ ആഗ്രഹം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊരു കുട്ടിയെയും സംബന്ധിച്ച് ഇതൊരു ഇൻസ്പയറിംഗ് ആയിട്ടുള്ളൊരു സ്ഥലമാണ്. ഒരു കുഞ്ഞു കുട്ടിയുടെ ചിന്ത എങ്ങനെയെല്ലാം പോയി എന്നുള്ളതാണ്. അതിനകത്ത് തുടങ്ങുന്ന ചിത്രം തന്നെ ക്ലിൻറ്റിൻ്റെ വളരെ ചെറിയ പ്രായത്തിൽ സുഖമില്ലാണ്ടായപ്പം ആശുപത്രി കിടക്കയിൽ തലയും കുമ്പിട്ടിരുന്ന് വിഷമിച്ചിരിക്കുന്ന അച്ഛനെ വളരെ ലളിതമായ സ്കെച്ചസിൽ കൂടി ക്ലിൻറ്റ് വരച്ചിരിക്കുകയാണ്. അപ്പോൾ മുമ്പിൽ കാണുന്ന എല്ലാത്തിനെയും വരച്ചിട്ടുണ്ടാവും. ആ 7 വർഷം കൊണ്ട് 25,000 ചിത്രം വരയ്ക്കണമെന്നുണ്ടായിരുന്നെങ്കിൽ ക്ലിൻറ്റ് ഇങ്ങനെ വരച്ചുകൊണ്ടേയിരുന്നിട്ടുണ്ടാവില്ലേ. GCDA കടവന്ത്രയിലൊരുക്കിയ ക്ലിൻറ്റിൻ്റെ തിരഞ്ഞെടുത്ത ചിത്രങ്ങളും ഓർമ്മകളുമാണ് ഇവിടെ പ്രദർശിപ്പിക്കുന്നത്. ക്ലിൻറ്റ് ഗാലറിയിൽ ക്ലിൻറ്റിൻ്റെ തിരഞ്ഞെടുത്ത 101 ചിത്രങ്ങളും അവയുമായി ബന്ധപ്പെട്ട് ക്ലിൻറ്റിൻ്റെ മാതാവ് പറഞ്ഞ അനുഭവങ്ങളും രേഖപ്പെടുത്തി വച്ചിരിക്കുന്നു. അപ്പോൾ 101 ചിത്രങ്ങളെ എടുത്തിട്ട് അതിലൂടെ ഒരു കഥ പറയാനാണ് ശ്രമിച്ചിരിക്കുന്നത്. ക്ലിൻറ്റിൻ്റെ ജീവിതത്തിൻ്റെ ഒരു കഥ, അദ്ദേഹത്തിൻ്റെ ചിന്താരീതികളിൽ എങ്ങനെയാണ് അദ്ദേഹം ചിന്തിച്ചതെന്ന് പറയാൻ പറ്റുന്ന ഒരു കഥ പറയാനാണ് ശ്രമിച്ചത്. ഓരോ ചിത്രങ്ങളും ക്ലിൻറ്റ് ഏത് മാനസികാവസ്ഥയിൽ ഉൾക്കൊണ്ടുവെന്ന് ആ ചിത്രത്തിൻ്റെ അടിക്കുറിപ്പ് സൂചിപ്പിക്കുന്നു. ക്ലിൻറ്റിനെക്കുറിച്ചുള്ള ഡോക്യുമെൻ്ററിയും ലഘു വീഡിയോകളും പ്രദർശിപ്പിക്കുന്നതിനായി മിനി തിയേറ്ററും സജ്ജീകരിച്ചിട്ടുണ്ട്. കുട്ടികൾക്കായി ഒരു ലൈബ്രറിയും ഭാവിയിൽ ഒരുക്കാനാണ് തീരുമാനം. കേരളത്തിൻ്റെ അനുഷ്ഠാന കലകളുടെ ദൃശ്യഭംഗി ക്ലിൻറ്റിനെ ആകർഷിച്ചിരുന്നു. നമ്മുടെ തനത് കലാരൂപങ്ങളായ തെയ്യം, കഥകളി എന്നിവയോട് ക്ലിൻറ്റിന് വലിയ ആഭിമുഖ്യമുണ്ടായിരുന്നു. ക്ലിൻറ്റ് അവസാനം വരച്ച ജലഛായ ചിത്രമായിരുന്നു മുച്ചിലോട്ട് ഭഗവതിയുടേത്. കോഴിക്കോട്ട് നിന്ന് കൊയിലാണ്ടിയിലേക്ക് പിതാവുമുള്ള യാത്രക്കിടെ ഒരു ചെറിയ യാത്രാ തടസ്സം നേരിട്ടപ്പോഴാണ് തെയ്യത്തിൻ്റെ കാഴ്ച ക്ലിൻറ്റ് കാണുന്നത്. ഏതാനും നിമിഷങ്ങൾ മാത്രം കണ്ട ഈ ദൃശ്യം ക്ലിൻറ്റ് പിന്നീട് ക്യാൻവാസിലാക്കി. ക്ലിൻറ്റിൻ്റെ മരണശേഷം തിരുവനന്തപുരം കനകക്കുന്നിൽ ഒരു ഓണക്കാലത്ത് നടത്തിയ പ്രദർശനത്തിൽ ഈ ചിത്രവും ഉൾപ്പെടുത്തിയിരുന്നു. ഈ ചിത്രം കണ്ട യുവാവായ ഒരു തെയ്യം കലാകാരൻ മുച്ചിലോട്ട് ഭഗവതിയുടെ രൂപം ഇത്ര സമ്പൂർണ്ണതയിൽ കെട്ടാറില്ലെന്ന് പിതാവ് ജോസഫിനോട് പറഞ്ഞു. അതായിരുന്നു ക്ലിൻറ്റിൻ്റെ അവസാന ചിത്രം. അതൊക്കെ വളരെ പ്രൊഫഷണലായിട്ടുള്ള ചിത്രകാരന്മാരിൽ മാത്രം കാണുന്ന ചിന്താ വ്യത്യാസങ്ങളാണ്. ഒരേ സാധനത്തിനെ തന്നെ പല രീതിയിൽ പല ആംഗിളുകളിൽ വരച്ചിരിക്കുന്നത്. അതൊക്കെ അവിടുത്തെ ആ ക്യൂറേറ്റ് ചെയ്ത ചിത്രങ്ങളിൽ അത് ബോണി വളരെ സുന്ദരമായിട്ട് അതിനെ ഒപ്പിയെടുത്തിട്ടുണ്ട്. അതിലൊന്നും ഈ 25,000-ൽ നിന്ന് 101 തിരഞ്ഞെടുക്കുക എന്നുള്ളത് തന്നെ വലിയൊരു ടാസ്ക്കാണ്. വൃക്കരോഗത്തിൻ്റെ രൂപത്തിലാണ് മരണം ക്ലിൻറ്റിനെ തേടിയെത്തിയത്. കടുത്ത വേദന അനുഭവിക്കുമ്പോഴും
അവൻ വരയ്ക്കുന്നത് നിർത്തിയില്ല. ആശുപത്രി കിടക്കയിലും അവൻ്റെ കൈകളിൽ പെൻസിലുണ്ടായിരുന്നു. അപ്പോൾ വരച്ച് വലത് കൈ കുഞ്ഞുമാണല്ലോ, അപ്പോൾ വലത് കൈ വേദന എടുക്കും. അപ്പം ഇടത് കൈ കൊണ്ട് വരയ്ക്കും. അപ്പോൾ അങ്ങനെ വലത് കൈയും ഇടത് കൈയും കൊണ്ടും വരച്ചത്, അവിടെ ഒരേ ചിത്രം വരച്ചത് അവിടെയുണ്ട്. 1983 ഏപ്രിൽ 15 ആ വിഷുദിനത്തിൽ ആ മാസ്മരിക പ്രതിഭ 7ാം ജന്മദിനത്തിന് ഒരു മാസം മാത്രം ബാക്കി നിൽക്കെ ഈ ലോകത്തിന് അമൂല്യമായ ചിത്രങ്ങൾ സമ്മാനിച്ച് വിട പറഞ്ഞു. രോഗമാണെന്ന് ക്ലീൻറ്റിന് അറിയായിരിക്കും. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭക്ഷണങ്ങളിൽ സ്ട്രിക്റ്റ്, പിന്നെ മരുന്ന് കഴിക്കൽ, ഇടയ്ക്കിടയ്ക്ക് ഡോക്ടറെ കൊണ്ടുപോയി കാണിക്കൽ, ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യൽ, അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷെ ഒരിക്കലും എനിക്കെന്താണ് അസുഖം എന്ന് ചോദിച്ചിട്ടില്ല. ക്ലിൻ്റ് ചിത്രങ്ങളിൽ എന്തോ ചില സത്യങ്ങൾ ഒളിഞ്ഞിരിക്കുന്നത് കൊണ്ട് അതിനെ തേടി ഇനിയും ആസ്വാദകർ എത്തും. എൻ്റെ മരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് ഇങ്ങനെ ഓരോരുത്തർ വന്ന് പറയുമ്പോഴാണ് ക്ലിൻറ്റിനെ വരച്ചതിൻ്റെ ഇതൊക്കെ പ്രത്യേകതയൊക്കെ നമുക്ക് മനസ്സിലാവേണ്ടത്. അപ്പോൾ പിന്നെ നമ്മൾ ഇങ്ങനെ ഓരോരുത്തർ ഓരോ ഇൻ്റർവ്യൂ ചെയ്യും. പിന്നെ വലിയ വലിയ ആർട്ടിസ്റ്റുകളൊക്കെ വരുമ്പോൾ ഓരോ ചിത്രങ്ങളെക്കുറിച്ചൊക്കെ നമുക്ക് പറഞ്ഞു തരും. അപ്പോൾ അതിൻ്റെ വിലയും മൂല്യമൊക്കെ നമുക്ക് മനസ്സിലായി. ക്ലൈൻറ്റ് ഇഷ്ടംപോലെ സ്കെച്ച് വരച്ചിട്ടുണ്ട്. അതാണ് ഏറ്റവും സ്മാർട്ടും വില കൂടിയതും മൂല്യമുള്ളതും. അതാണ് ഇപ്പോൾ ആർട്ടിസ്റ്റുകൾ പറയുമ്പോഴാണ് ഈ സ്കെച്ചൊക്കെ ഇഷ്ടപ്പെട്ടു തുടങ്ങിയത്. ക്ലിൻ്റ് ഒരു മരണത്തിൻ്റെ ഓർമ്മപ്പെടുത്തലല്ല, മറിച്ച് മരണമില്ലാത്ത പ്രപഞ്ച പ്രതിഭയുടെ ആഘോഷമാണ്. സൂഫി വര്യന്മാർ പറയുന്നത് പോലെ വിളക്ക് അണഞ്ഞുപോയേക്കാം, പക്ഷേ പ്രകാശം എവിടെയും പോകുന്നില്ല. അത് ഇരുട്ടിനെ എന്നേക്കുമായി ഇല്ലാതാക്കി പ്രപഞ്ചത്തിൽ ലയിക്കുന്നു. പക്ഷെ 50 വയസ്സായെങ്കിൽ എൻ്റെ മനസ്സിൽ നിന്ന് 6 വയസ്സ് 7 വയസ്സിന് മേലെയില്ല. ആ ഒരു രൂപം എനിക്ക് കിട്ടുന്നില്ല. പക്ഷേ 50 വയസ്സുള്ള ചെറുപ്പക്കാരെ ഞാൻ പരിചയപ്പെടുമ്പോൾ എൻ്റെ മനസ്സിൽ ഞാൻ ക്ലിൻറ്റിനെ കാണും അവരിൽ. എഡ്മണ്ട് തോമസ് ക്ലിൻ്റിൻ്റെ കുഞ്ഞുവിരലുകൾ കോറിയിട്ട വരകൾ ക്യാൻവാസുകളിൽ എന്നും ജ്വലിച്ചു നിൽക്കും. അങ്ങനെ ഈ ആഴ്ചയിലെ സെൻട്രൽ മാഗസിൻ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത ആഴ്ച പുതിയ പുതിയ കാഴ്ചകളും കൂടുതൽ വിശേഷങ്ങളും വ്യത്യസ്തമാർന്ന അനുഭവങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.